അപ്പോ പരിശുദ്ധ ആയത്തുൽ കുർസി നമ്മെ വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആയത്താണ്. അപ്പൊ അത് വെറും ഓതിയത് കൊണ്ട് മാത്രമായില്ല, അതിന്റെ ഉള്ളിലുള്ള ആശയങ്ങൾ ഇബ്രാഹിം പോലുള്ള അദ്ദേഹം ഒരു ചെറുപ്പക്കാരനോട് മാത്രം പറഞ്ഞതല്ല, നമ്മോടൊക്കെയും പറഞ്ഞ ഉപദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ നന്നാകണം എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായാൽ ഈ ഒരു ആശയം അള്ളാഹു ഉറങ്ങാതെ ക്ഷീണമില്ലാതെ മയക്കമില്ലാതെ നമ്മെ വീക്ഷിക്കുന്നവരാണ് എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായാൽ ചെറിയൊരു കറാഹത്ത് പോലും നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നതാണ്. ചെറിയൊരു കറാഹത്ത്. അതുകൊണ്ടാണ് കണിയത്ത് ഉസ്താദിനെ പോലെയുള്ള ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് അവരാരാണ്? ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവരാണ്. എന്താ അവർക്ക് ആറാം ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, അതിനുള്ള അവസരമില്ല. നിസ്കാരം ഒഴിവാക്കാനുള്ള അവസരം അവരുടെ മുന്നിലില്ല. കാരണം അവർക്കൊക്കെയും ആ സമയത്തൊക്കെയും എത്തിപ്പെടുന്നത് അള്ളാഹ് എന്നൊരു ചിന്തയാണ്, അള്ളാഹ് എന്ന ഒരു ഓർമ്മയാണ്. നമ്മുടെ ഇന്നത്തെ ഈ കാലം എന്ന് പറഞ്ഞാൽ വളരെ പേടിക്കപ്പെടേണ്ട ഒരു കാലമാണ്. ഓരോരുത്തരും ഇത് കൂടുതലായി ഓൺലൈൻ സെക്സ് നടക്കുന്ന കാലമാണ്. ഓൺലൈൻ സെക്സ് നടക്കുന്ന കാലമാണ്. നമ്മുടെ റൂമിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നാം ചിന്തിച്ചാൽ അമേരിക്കയുടെ ഒരു പെണ്ണ് നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്ന ഒരു കാലമാണ്. അതിന് കുറെ സമയം ആവശ്യമില്ല. ഏത് മൂലയിലുള്ള ഒരു പെണ്ണാണെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഒരു നാടിന്റെ പെണ്ണ് നമ്മുടെ വിരൽ തുമ്പുകൊണ്ട് നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്ന ഒരു കാലം. പണ്ടൊരു കാലമായിട്ടുണ്ടായിരുന്നു. നാം ഒക്കെയും വാതിൽ കേട്ട ഒരു കാലം അല്ലെ. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഒരു ചരിത്രമുണ്ട്, എല്ലാവരും കേട്ടതാണ് അല്ലെ. സുലൈമാൻ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊടുത്ത ഏറ്റവും വലിയ മോചിതത്ത് കാറ്റായിരുന്നു. കാറ്റിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്. അപ്പോ ഒരു ചെറുപ്പക്കാരനെ അസ്രായിൽ പേടിപ്പിച്ചു. ചെറുപ്പക്കാരൻ വന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ, നിങ്ങൾക്ക് കേട്ടതുകൊണ്ടാണ് പറയാം, സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ് ഒരാൾ എന്നെ പേടിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ കാറ്റിലൂടെ ഏതെങ്കിലും നാട്ടിലേക്ക് എത്തിച്ചേരണോ? അങ്ങനെ എത്തിച്ചു കൊടുത്തു. ആ ചെറുപ്പക്കാരൻ അവിടെ എത്തിയപ്പോ ഈ ആളുണ്ട് അസ്രായിലാണ്. കാരണം അസ്രായിൽ ഉദ്ദേശിച്ച സ്ഥലത്തിലേ റോ പിടിക്കുള്ളൂ. അപ്പൊ ആ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അസ്രായിൽ ചെയ്ത പണിയാണ്. അപ്പൊ പെട്ടെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കൊണ്ടാണ് എത്തിച്ചത്. ഈ വാദക്ക് അന്ന് ഞങ്ങൾ കേൾക്കുമ്പോൾ ഞമ്മക്ക് അന്നൊരു സംശയമൊന്നും ഉണ്ടായിട്ടില്ല. വാദ് കേട്ടപ്പോ ഞമ്മത് ഉൾക്കൊണ്ട് ഞമ്മത് സ്വീകരിച്ചു അല്ലെ. അപ്പില്ല പിന്നെ അത് ഏടുണ്ട്, അത് ഏത് കിതാബിലുണ്ട്, ആര് പറഞ്ഞ് ഞമ്മ കേട്ടിട്ടില്ല. നമ്മള് പണ്ടത്തെ എല്ലാ സ്റ്റുഡൻസും പറയാം ഉസ്താദ് എന്ന് പറഞ്ഞ് സലിമില്ല അല്ലെ. അതാണ് ഈമാൻ എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് നമ്മുടെ ഉസ്താദ്മാരെന്ന് പറഞ്ഞ് ഞമ്മ വിശ്വസിച്ചതും മനസ്സിലാക്കിയതും കള്ളം പറയാത്തവരല്ല. കള്ളം പറയാത്തവരുന്ന അപ്പൊ ഇതിന്റെ അടുക്ക് ഞമ്മളുടെ നിസ്കാരം കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നതിന് മുമ്പ് അതിന് മുമ്പ് ഒരു സലാത്ത് പറയണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഉസ്താദ് എന്നോട് ചോദിച്ചത്, ഉസ്താദ് ഏത് നാട്ടിലില്ലാത്തതല്ലേ നിങ്ങളെ പള്ളിയിലൊന്നും കേൾക്കുന്നല്ല നബിയന മുഹമ്മദ്. സത്യത്തിൽ പറഞ്ഞാൽ ഇതിന്റെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ ഞമ്മ നോക്കിയില്ല. കാരണം ഞമ്മ പഠിക്കുമ്പോൾ നമ്മുടെ ഉസ്താദ് പറയുന്നത് അപ്പൊ അത് ഞമ്മ പതിവാക്കി ഇതിങ്ങനെ വന്നതാണ്. അപ്പോ അതിനെന്തെങ്കിലും തെളിവുണ്ടാകാൻ പറഞ്ഞ് നമ്മുടെ നാട്ടിലെന്താ ഇല്ലതാണ്. നമ്മുടെ നാട്ടിലെന്തില്ലതാണ് കൂടുതലാണെങ്കിൽ ഇല്ല. വെള്ളിയാഴ്ച കൂടുതലായിട്ട് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ഓരോ പള്ളികൾ. അത് പറഞ്ഞപ്പോഴാണ് കിതാബിലുണ്ടോ ഇല്ലെന്ന് അപ്പൊ ഞമ്മ ചിന്തിക്കുന്നത്. അതുപോലെ ഞമ്മ ചിന്തിച്ചില്ല. അങ്ങനെ കിതാബിലുണ്ടോ ഇല്ല ഞമ്മ നോക്കി. അപ്പൊ നമ്മുടെ ആ സൗകര്യം പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന ഉസ്താദ്മാരോട് ചോദിച്ചു. ഇങ്ങനെ ഒരു ഞാൻ ഈ പറയുന്നത് ചോദിച്ചത് ചില പള്ളികളിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മുഹമ്മദ്. അപ്പൊ അതിനെന്തെങ്കിലും കിതാബിൽ അടിസ്ഥാനമുണ്ടോ ചോദിച്ചു. അവിടെ പറഞ്ഞ മറുപടി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മഹാനായ ഒരു വലിയൊരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, ആ പണ്ഡിതനോട് ഈ ചോദ്യം പോയിരുന്നു. ഇങ്ങനെ ചില പള്ളികളിൽ ഉണ്ടല്ലോ, അതിന് തെളിവുണ്ടോ? അപ്പോ അദ്ദേഹം പറഞ്ഞത് സുന്നത്താണ്. കാരണം എന്താ? കാരണം പിന്നെ പറയുന്നത് അഫ്ളലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് ശേഷം അള്ളാഹുവിനോടുള്ള ദുആയാണ്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹും ദുആക്കും മുമ്പായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ഉണ്ടായാൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ അത് ഏറ്റവും വലിയ കാരണമാവുന്നതാണ്. അതുകൊണ്ട് അത് പറയൽ സുന്നത്താണ് എന്ന് ആ പണ്ഡിതൻ പറഞ്ഞു. അപ്പൊ നമുക്ക് അറിയില്ല, സന്തോഷമായി. ഞാൻ പറഞ്ഞത് ഞമ്മ പണ്ടൊക്കെ നമ്മുടെ ഉസ്താദ്മാർ എന്ത് പറഞ്ഞത് സ്വീകരിച്ചു. അതിനപ്പുറം തെളിവുണ്ടോ? ഇപ്പൊ കാലം വലിയ മുസീബത്തിന്റെ കാലം. എന്ത് പറയാൻ തെളിവുണ്ടാകും? ഇനി മാത്രം ദീന്റെ കാര്യത്തിൽ അപ്പൊ ചെയ്യുന്ന ബാക്കിയുള്ള എന്ത് പറയുന്നു അതിന് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ റസൂലുള്ളാഹി ഞങ്ങള് ഇനിയിപ്പോ മീനാദ് വരുന്നത്, റസൂലുള്ളാഹിന്റെ മുകളിൽ കുറച്ച് ആർക്കെങ്കിലും പാവങ്ങൾക്ക് ചോറ് കൊടുക്കുമ്പോൾ തെളിവുണ്ടോ? ഓന്റെ പരമ്പടി ആയിട്ട് പുറത്തും കാർബാറല്ല, അതിന് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. കിൻഡോൾ കണക്കിൽ ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒറ്റക്കന്നെ ഒരു വലിയ പൂത്തോ ഞമ്മ റസൂലുള്ളാഹിന്റെ മീനാദാണെങ്കിൽ നീ ഒരു 5 കിലോ ഇതോ നിന്റെ 2 കിലോ ഉണ്ടാ, അവന് 10 കിലോ ഉണ്ടാ, ഇങ്ങനെ തീരുമാനിച്ചിട്ട് ഞമ്മ അല്ലെ ആരെങ്കിലും ഒരാഴ്ച റസൂലുള്ളാഹിന്റെ മൗലിദ് എന്റെ കണക്കിലുണ്ട് ഒരു പൂത്തുണ്ടോ? അതിന്റെ തെളിവാണ്.
എനിക്ക് തെളിവാണോ? എന്താണ് കാലത്തിന്റെ ഒരു പോക്കാണ്, മുസീബത്താണ്. അതേ സമയത്തോ നമ്മളെ മനസ്സ് താല്പര്യപ്പെടുന്ന കാര്യം, എന്റെ മോള് കാതുകുത്തൽ പരിപാടിയാണ്, ഞാൻ എന്റെ ഒരു ആട് ഞാൻ മൂത്തും തോത്തും മൂരിയും അതൊരു ഭയങ്കര ഉത്സാഹം. അതിന് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിന്റെ ഇടയ്ക്ക് ഇന്നലല്ലോ ഞാൻ ഒരു ഗൾഫിലുള്ള ചെറുപ്പക്കാരനാണ്, നമ്മുടെ നല്ല കൂട്ടുകാരനാണ്. അപ്പൊ ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അറബിയുടെ ക്ലിപ്പാണ്. അറബിയെ വേഷം ഇട്ടിട്ടുണ്ട്, അറബിയിൽ സംസാരിക്കും. എന്തോ ഒരു ഇതെന്തോന്നുണ്ട്, ഒരു ന്യൂസ് മേക്കർ എന്ന് പറയുന്നത് അറബി. അദ്ദേഹത്തിനോട് ഒരാൾ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോ എന്താ ചോദിക്കുന്നത് നാരിയത്ത് സ്വലാത്തിനെ കുറിച്ചാണ്. നാരിയത്ത് സ്വലാത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ്. എനിക്ക് വയസ്സായിരുന്ന ചെറുപ്പക്കാരൻ, ഒരു നല്ലൊരു സുരജമാത്തിന്റെ ചെറുപ്പക്കാരൻ. അത് കേട്ടിട്ട് പോയി ആകെ ഇറങ്ങി എന്ത് പോയി ഞമ്മ പണ്ടേ ചെല്ലുന്ന സ്വലാത്തല്ല. അയാൾ പറയുന്നത് നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വലാത്ത് നാറാണെന്നാണ്, നരകത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സ്വലാത്ത്. എന്നിട്ട് അയാൾ ആ അറബിയിൽ അതിന്റെ അർത്ഥം പറയാം. എന്താ സ്വലാത്ത്? നമുക്കറിയില്ല. അപ്പൊ അമ്മ സ്വല്ലി സ്വലാത്തൻ കാമില, പടച്ചോനെ അമ്മാനെ വിളിച്ച് ഞാൻ പറയുന്നു, അല്ലാഹുമ്മ പടച്ചോനെ സ്വല്ലി, നീ സ്വലാത്ത് ചെല്ലും, സ്വലാത്തൻ കാമില, പരിപൂർണമായ സ്വലാത്ത് നീ ചെല്ലണേ. അല്ലെ? സ്വലാത്തൻ കാമില വസല്ലി, നീ സലാം ചെല്ലല്ലാ, അള്ളാഹുവോട് പറയുന്നത് സലാം ചെല്ലല്ലാ, സലാമൻ താമ്മ, പരിപൂർണമായ സലാം നീ ചെല്ലണേ. ആരെ പേരിൽ? അലാ സയ്യിദിനാ മുഹമ്മദ്, ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണേ. എന്നിട്ട് പറയാം, അതിന്റെ ശേഷമാണ് ഇയാൾക്ക് ഭയങ്കരമായ ഒരു ഇരകൾ. എന്താ? അല്ലതി, ഏത് ഹബീബായ മുഹമ്മദ് റസൂൽ തങ്ങളാണെന്നറിയോ? തൻഹല്ലു ബിഹി അൽ മുഖദ്ദ, ആ ഹബീബായ തങ്ങളെ കൊണ്ട് ഏത് കെട്ടുകളും അത് അഴിഞ്ഞു പോകുന്നതാണ്. മനസ്സിലാക്കണം, അർത്ഥം മനസ്സിലാക്കണം. തൻഹല്ലു ബിഹി, ആ ഹബീബായ തങ്ങളെ കൊണ്ട് അഴിഞ്ഞു പോകും അൽ മുഖദ്ദ, കെട്ടുകൾ. അപ്പൊ ഞാൻ പറയുന്നത് കെട്ടയക്കുന്നത് അമ്മ മാത്രല്ലേ, അതിന്റെ പിന്നെ ബേജാറ് തീർക്കുന്നവൻ അമ്മ മാത്രല്ലേ. ഇപ്പൊ റസൂലുള്ളാഹിയുടെ ബേജാറ് തീർക്കുന്നുണ്ട്, റസൂലുള്ളാഹി കെട്ടയക്കുന്നുണ്ട്. ഇത് പറയുന്നത് ശിർക്കല്ലേ, അതുകൊണ്ട് ശിർക്കാണ്, കുഫ്റാണ്, നരകത്തിന്റെ സ്ഥലത്താണ്. ഏഴ് റസൂലുള്ളാഹി കെട്ടയക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടോ? റസൂലുള്ളാഹി ബേജാറ് തീർക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് കെട്ടയഞ്ഞ് അയക്കുന്നത് അമ്മാനെയാണ്. ഇപ്പൊ രാത്രി കിടന്നൊരു വർഗീയതയിൽ വന്നത് കൊണ്ട് നമുക്ക് ക്ഷീണമില്ല. അപ്പൊ വർക്കാണ് നമ്മളെ ക്ഷീണം പൊക്കിയത്. നമ്മൾ വർഗീയത്തിന്റെ രാത്രി മുതൽ സൂര്യ വരെ വർഗീയത്തിന് വറാത്തോട് കൂടി തൂങ്ങാതിരിക്കുന്നത്. ആ ഒരു എക്സാമ്പിൾ ചോദിക്കാം, ഈ വർക്കാണ് നമ്മളെ ക്ഷീണം മാറ്റിയത്? ആണോ? അല്ല, ആരാ ക്ഷീണം മാറ്റിയത്? അള്ളയാണ്. വറക്ക് ഒരു കാരണം മാത്രം. ഞാൻ രാത്രി ഭക്ഷണം കഴിച്ചു, ചോറ് നല്ല അടിപൊളി ചോറ് കഴിച്ചവരുണ്ട്, സിമ്പിൾ കഴിച്ചപ്പോ നമ്മളെ വേറെ തുറന്നു. എന്താണ്? നമ്മുടെ ഭക്ഷണമാണോ നമ്മൾ വേറെ തുറച്ചത്? ആണോ? അല്ല, ഭക്ഷണം കൊണ്ട് വേറെ തുറച്ചത് അള്ളയാണ്. അതാണ് സുന്നത്തെ മാത്രം പറഞ്ഞത്. യഥാർത്ഥ ഭക്ഷണ സുന്നി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചപ്പോ നമ്മുടെ വെള്ളമല്ല നമ്മുടെ ദാൻ തീർത്തത്. പിന്നെ ആരാ ദാൻ തീർത്തത്? അള്ളാഹു. വെള്ളം ഒരു കാരണം മാത്രമാണ്. അതുപോലെ ചിന്തിക്കുന്നവർക്ക് ഇതിന് എന്താ പ്രശ്നമുള്ളത്? ബേജാറ് അള്ളാഹു ഹബീബായ തങ്ങളെ കൊണ്ട് നമ്മുടെ ബേജാറിന്റെ കെട്ടുകൾ അയച്ചു തരും, നമ്മുടെ ബേജാറുകളെന്ന് തീർത്തു തരും. ആരെ കൊണ്ട്? ഹബീബായ തങ്ങളെ കൊണ്ട്. അതിന്റെ ബേജാറ് ഈ ലോകത്തെ തന്നെ അള്ള പഠിച്ചത് ആരെ കൊണ്ടാണ്? ഹബീബായ തങ്ങളെ കൊണ്ടാണ്. ഈ ലോകം ഹബീബായ തങ്ങളോട് പറഞ്ഞതാ, ഓ നബിയെ, നിങ്ങളെ ഞാൻ പടക്കുമായിരുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള ഒരു പദ്ധതി എനിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ തന്നെ ഞാൻ പടക്കുമായിരുന്നില്ല. അത് അള്ളാന്റെ വീക്ക്നെസ് ആണോ? അത് അള്ളാന്റെ വീക്ക്നെസ് ആണോ? എന്താ വൈത്തം പറയാൻ? ഇത് പറയാ, ഇത് ശിർക്കാണ്, ഇത് കുഫ്റാണ്. എന്നെ കുറിച്ച്, ഹബീബായ തങ്ങളെ കുറിച്ചുള്ള സ്വലാത്തിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. എത്ര സ്വഹാബത്തിന്റെ ചരിത്രമുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് വേണ്ടി ദ്വാരപ്പോ അവരുടെ സങ്കടം തീർത്തു കൊടുത്തത് ഇല്ലേ? അത് ശരിക്കാണോ? മഹാന്മാരായ സ്വഹാബത്തിയത് എന്ന് പറഞ്ഞാൽ എന്ത് ശരിക്കും തൗഹീദ് അറിഞ്ഞില്ല, ഇന്നുവരെ ഉറപ്പായിട്ടില്ല. തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് ഇന്നുവരെ ഉറപ്പാവാത്തൊരു കോമാണ്. വെറും അറബി വേഷമായതുകൊണ്ട് അറബി സംസാരിച്ചതുകൊണ്ട് ദീനാവൂല. ഞാൻ പറയുന്നത്, ആ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് ഇതിനെ കുറിച്ച് നല്ലൊരു വിവരണം പറയണം. ഞാൻ വായിസ് അയച്ചിട്ടില്ല, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ മറുപടി ആവുന്നു. എന്നാലും ചിന്തിക്കേണ്ട വിഷയമല്ല. ഇതിനുണ്ട് റസൂൽ നമ്മുടെ ബേജാറ് തീർക്കുന്ന ഈ ഒരു അർത്ഥം വെക്കാൻ ഒരാൾ പറയുകയോ? എവിടെയാണുള്ളത്? റസൂൽ ബേജാറ് തീർക്കുന്നു. റസൂൽ ബേജാറ് തീർക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് നമ്മുടെ ബേജാറ് അഴിഞ്ഞു പോകും. ആരയക്കുന്നത്? അല്ലാഹു. തങ്ങളെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടും. പൂർത്തിയാക്കി തരുന്നത് അല്ലാഹുവാണ്. ആരെ കൊണ്ട്? ഹബീബായ തങ്ങളെ കൊണ്ട്. എന്റെ കാരണം ഹബീബായ തങ്ങൾ നമ്മളെ പോലെയുള്ള ഒരു ചീപ്പായ ആളൊന്നല്ല.
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെടുത്ത് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ് അത്ര വലിയ കെപ്പോസിറ്റി ഉള്ള ഒരു ആളായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ധൈര്യത്തോടെ ഞങ്ങൾ സ്വന്തമായി തന്നെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ പഠിപ്പിച്ചു തന്ന സ്വലാത്ത് ചെല്ലുന്നത്. ആ ഹബീബായ നിങ്ങളെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരും. നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും ഹബീബായ തങ്ങളെ കൊണ്ട് വളർച്ചറപ്പ് അത് പൂമണിഞ്ഞു തരുന്നതാണ്. ഇത് എന്താ ഈ കുഴപ്പമുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാത്തിനും തെളിവായി അവസാനം മരിക്കുന്ന സമയത്തിലും ശക്തിയിലുള്ള മരണം അത് ഉറപ്പായില്ല. ഉറപ്പില്ലാത്ത മരണം, ഉറപ്പില്ലാത്ത ദീൻ, ഉറപ്പില്ലാത്ത ഖുർആൻ, ഇതാണ് നമ്മുടെ ഇന്നത്തെ നിലപാടും അവസ്ഥയും. അതുകൊണ്ട് പറഞ്ഞു വന്നത് നമ്മുടെ ആ ഒരു കാലം, അതാണ് സുന്ദരമായ കാലം. അന്ന് ഉസ്താദ് എന്ന് പറഞ്ഞു സല്ലിംന സമയാനോ സമയാനോ ഉസ്താദ് പറഞ്ഞു അൽഹംദുലില്ലാ. പിന്നെ അതിന്റെ അപ്പുറം പിന്നെ ഞങ്ങൾ തോടാനെന്ന് പോയിട്ടില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് സമാധാനം. ഇന്നൊന്നുകൊണ്ട് സമാധാനമില്ല. ഇന്നുകൊണ്ട് തോണ്ടാനാണ് പരിപാടി. ഇത് തോണ്ടത് അപ്പുറത്ത് വലിയ ഇത് കിട്ടാൻ തോണ്ടത് ഈ പരിപാടിയാണ്. ഈ തോണ്ടുന്ന ആൾക്കാരൊന്നും കിട്ടാനില്ല. ഇതുവരെ കിട്ടിയൊന്നുമില്ല. തോണ്ടാനെ നമ്മൾ പറഞ്ഞേ നമ്മുടെ അടുത്തല്ല വടക്കുള്ള അവർക്ക് ഇതേ പരിപാടി ഏതായാലും വൈകി തോണ്ടുന്ന രീതിയുണ്ടെന്നോ എന്ത് തോണ്ടിയെന്ന് പോയി സമയം പോയി അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഏതായാലും പറഞ്ഞു വന്നത് ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചിട്ടുണ്ടായാൽ നമുക്ക് എപ്പോഴും സമാധാനം, എപ്പോഴും സന്തോഷമാണ്. കാരണം ഒരു തെറ്റിലേക്ക് നാം കടന്നു പോകില്ല. അള്ളാഹ് കൽപ്പിച്ച ഒരു കൽപ്പനയും നമ്മുടെ ജീവിതത്തിൽ കൈവിടാൻ നാം തയ്യാറാവൂല എന്നതാണ്. അതായത് നമുക്ക് ഈമാൻ തരട്ടെ. ഉള്ള ഈമാൻ അള്ളാഹു നിലനിർത്തില്ല. പടച്ചവന്റെ നമ്മുടെ ഈ സദസ്സും നമ്മുടെ ഈ പ്രാർത്ഥനയിൽ നീ കാണുന്നു, നീ കേൾക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം പടച്ചവനെ. അതുകൊണ്ട് നമ്മുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും, രോഗികളായ ആളുകൾ അവരുടെ രോഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ വസിയത്ത് ചെയ്തവരാണ് പഠിച്ചോനെ. നമുക്ക് ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷെ അത് നഷ്ടപ്പെട്ട ആളുകൾക്ക് അതിന്റെ വ്യാധിയോ മനസ്സിലാകുന്ന പഠിച്ചോനെ അവർക്ക് നീ പരിപൂർണ്ണ ശിഫാഅ നൽകണേ അല്ലാഹ്. എത്രയോ നമ്മുടെ കുട്ടിനാണ് നിരന്തരമായി ആഴ്ചയിൽ 2-3 തവണ ഡയാലിസ് ചെയ്യുന്ന പഠിച്ചോനെ. അതിന്റെ വിഷമം അവർക്കല്ലാതെ അവർ പറയുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല പഠിച്ചോനെ. എത്രയോ ക്യാൻസർ രോഗികൾ കാലങ്ങളായി മരുന്ന് കഴിച്ച് ജീവിക്കുന്നു. എത്ര യുവാക്കള് യുവതികൾ പെട്ടെന്ന് വന്ന അസുഖം കാരണം നടക്കാൻ കഴിയാതെ ഇരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു. അവർക്കൊക്കെയും ഷാഫിയായ കാഫിയായ നിന്റെ ഔദാര്യം കൊണ്ട് നീ ശിഫാഅ നൽകണേ. നമുക്കറിയാം ഓരോരുത്തരുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയത് നീയാണ് പഠിച്ചോനെ. അത് തിരിച്ചു കൊടുക്കേണ്ടതും നീയാണല്ലോ. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു പഠിച്ചോനെ, നീ ശിഫാഅ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകുമ്പോ നമുക്ക് തന്ന സന്തോഷവും ആഫിയത്തും ആരോഗ്യവും മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഈ സദസ്സിലുള്ളവർ മുട്ടുവേദന കൊണ്ട്, നടുവേദന കൊണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും അസുഖങ്ങൾ കാരണമായി പ്രയാസപ്പെടുന്നവരാണ്. പഠിച്ചോനെ ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. നമ്മുടെ സർഫാദ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ഹോസ്പിറ്റലിലാണ് പഠിച്ചോനെ അല്ലാഹ്. അതുപോലെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ മൈനു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ബോംബെയിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട് അസുഖം കാരണമായി. അതുപോലെ നമ്മുടെ റൌഫ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരന്റെ ഉമ്മ സുഖയില്ലാതെ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഈ നാട്ടിൽപ്പെട്ട ഒരുപാട് ആളുകൾ, നമ്മുടെ കൂട്ടുകാരിൽ സ്നേഹിതന്മാരിൽ പലരും അല്ലാഹ് നീ ശിഫ നൽകണേ അവർക്ക്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ഈ സുബഹിന്റെ നേരം നിന്റെ ബറകത്ത് നീ ഇറക്കുന്ന സമയത്ത് ഞങ്ങൾ കൈ ഉയർത്തിയത് നീ വെറുതെ ആക്കല്ലേ അല്ലാഹ്, വെറുതെ ആക്കല്ലേ അവർക്ക്. അല്ലാഹുവേ, എത്രയോ നമ്മുടെ കുടുംബത്തിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ട്. നിന്റെ സമയമാകുമ്പോ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞാൻ ദുബായിൽ വെച്ചൊരു ഗർഭിണിയായ സഹോദരിയുടെ മരണവാർത്ത പ്രസവനെ പ്രസവിച്ച് ഉമ്മ മരിച്ചുപോയി. അല്ലാഹ്, ആ രൂപത്തിൽ നീ ആരെയും ബേജാറിലാക്കല്ലേ അവർക്ക്, നീ ബേജാറിലാക്കല്ലേ അല്ലാഹ്. ആരോഗ്യമുള്ള ആ സന്തോഷകരമായ കുട്ടി അല്ലാഹു അതോടൊപ്പം നല്ല ആഹത്തുള്ള പ്രസവം ഓരോ ഗർഭിണികൾക്കും നീ നൽകണേ അവർക്ക്. മക്കളില്ലാതെ ബേജാറായ ആളുകൾ ഹൈറായ മക്കളെ നൽകുക. നമ്മുടെ മക്കളെ കൊണ്ട് പല രൂപത്തിലുള്ള സ്വപ്നങ്ങൾ ഞങ്ങൾ കാണുന്നവർക്ക് ആ രൂപത്തിൽ നമ്മുടെ മക്കളെ നീ വളർത്തണമൊക്കെ. തല ഉയർത്തിപ്പിടിച്ച് മരണം വരെ മക്കളെ കൊണ്ട് ജീവിക്കണമല്ലോ. അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടാകുമ്പോ ഒരു മിനിറ്റ് പോലും നമ്മുടെ മക്കളെ കൊണ്ട് തല താഴ്ത്തിയിടുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളും അവരെവിടെയുണ്ടായാലും ഏത് പള്ളിക്കാട്ടിലാണെങ്കിലും അല്ലാഹ് അവർക്കൊക്കെയും ഈ മജ്‌ലിസിന്റെ സവാബും സന്തോഷവും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. نعم المولى ونعم النصير. صلى الله على محمد
محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم